എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്തുകൊണ്ട് ഹിസ്റ്ററി നിങ്ങളുടെ ഐച്ഛിക വിഷയമായിട്ട് ചൂസ് ചെയ്യണം? അല്ലെങ്കിൽ ഹിസ്റ്ററി ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഈ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് കൂളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ ജോർജ്. ഗാലന്റ് IASലെ ഹിസ്റ്ററി ഓപ്ഷണൽ ഹിസ്റ്ററി ഫാക്കൽറ്റിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹിസ്റ്ററി ഓപ്ഷണൽ ഹാൻഡിൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഹിസ്റ്ററി വളരെ 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 രസമുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച ഒരു ഹിസ്റ്ററി അല്ല UPSCയിൽ പഠിക്കുന്ന ഹിസ്റ്ററി. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ ഹിസ്റ്റോറിയൻ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കാണാപ്പാഠം പഠിക്കുന്ന ശൈലിയല്ല. ഇനി എന്തുകൊണ്ട് ഹിസ്റ്ററി ഓപ്ഷണൽ നിങ്ങൾ ചൂസ് ചെയ്യണം? ഒരു റീസൺ. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും കാരണങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് നല്ല രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. അത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിലും, മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, അശോക ദ ഗ്രേറ്റ് ആണെങ്കിലും, മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ അക്ബറിന്റെ പോളിസീസ് ആണെങ്കിലും, അല്ലെങ്കിൽ കൊളോണിയലിസം ആണെങ്കിലും, ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോന്നും സംഭവിക്കാനുള്ള കാരണങ്ങളും അതിന്റെ പരിണിത ഫലങ്ങളും എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശകലനം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. മറ്റത് നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ കാണാപ്പാഠം പഠിച്ച് നമ്മൾ അത് എഴുതി വെക്കുന്ന ശൈലിയാണ്. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വിമർശിക്കാനും വിശകലനം ചെയ്യാനും അതിന്റെ ശരിയും തെറ്റൊക്കെ കണ്ടെത്താനുമുള്ള ഒരു ത്വര നമ്മളിൽ ഉണരുന്നു, വളരുന്നു. ഇൻഫാക്ട് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വേണ്ടതും ഈ അനാലിറ്റിക്കൽ സ്കില്ലാണ്. അത് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നല്ലൊരു അനാലിറ്റിക്കൽ എബിലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ. ഈവൻ പ്രിലിംസിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്തുകൊണ്ട്, എങ്ങനെ, അല്ലെങ്കിൽ ഇതിന് ശേഷം എന്ത്, കൃത്യമായി വിശകലനം ചെയ്യാൻ പറ്റുന്ന, അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ പറയുന്ന ചോയ്സസ് ശരിയും തെറ്റും കണ്ടെത്തി എക്സാക്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സിൽ പോലും നമുക്ക് ഈ അനാലിറ്റിക്കൽ എബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറെ ഫാക്ട് കാണാപ്പാഠം പഠിച്ചത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല, ശരിയല്ലേ? അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് ഈവെന്റ്സ് ആണെങ്കിലും അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അതിന്റെ ശരിയും തെറ്റും കൃത്യമായിട്ട് വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവണം. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി ഓപ്ഷണൽ പഠിക്കുന്ന ഏതൊരു ആസ്പിറന്റും ചെയ്യുന്നത് കോസ് ആൻഡ് എഫക്റ്റ് അനാലിസിസ് ആയതുകൊണ്ട് തന്നെ അയാളുടെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ സ്കിൽസ്, അനാലിറ്റിക്കൽ എബിലിറ്റി സ്കിൽസ് ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ഒരു മാഹാത്മ്യം. കാരണം ഈ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എബിലിറ്റീസോ അനാലിറ്റിക്കൽ എബിലിറ്റീസോ ഇല്ലാണ്ട് ഈ UPSC എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണാപ്പാഠം പഠിച്ചൊരിക്കലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനാവില്ല. മറ്റൊന്ന്, ഈ ഹിസ്റ്ററി ഓപ്ഷനിൽ ഒരുപാട് നരേറ്റീവ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് നരേറ്റീവ്സ് ഓൺ ഡിഫറെന്റ് ഇഷ്യൂസ് ആൻഡ് തീംസ്. ഒരുപാട് തീംസ് ഉണ്ട്, ഒത്തിരി തീംസും ഒരുപാട് നരേറ്റീവ്സും നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അത് ആൻഷ്യൻ ഹിസ്റ്ററി തൊട്ട് മോഡേൺ ഹിസ്റ്ററി വരെ ഒരുപാട് നരേറ്റീവ്സ് നമ്മൾ കവർ, ഡിഫറെന്റ് നരേറ്റീവ്സ് ഓൺ ഡിഫറെന്റ് സബ്ജക്ട്സ് ഓൺ ഡിഫറെന്റ് ഇഷ്യൂസ്. അതുപോലെ ഒരുപാട് തീംസും കവർ ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ മെയിൻസ് എക്സാമിൽ ഒരു പേപ്പർ എന്ന് പറയുന്ന essay 250 മാർക്കിന്റെ ഒരു പേപ്പർ essay പേപ്പറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 വേർഡ്സിന്റെ 2 essays എഴുതേണ്ട ഒരു പേപ്പറാണ്. 250 മാർക്കാണ്. അവിടെ നിങ്ങൾ ഒരു 1200 വേർഡ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 10-12 പേജസിൽ നിങ്ങൾ എഴുതണം. അതിനുള്ള കണ്ടന്റ് വേണം. അത് ഏത് ടോപ്പിക്സ് ആണെങ്കിലും അതിന് കണ്ടന്റ് വേണം. അപ്പൊ അതിന്റെ പല ഡയമെൻഷൻസിൽ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അനാലിസിസ് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും റിച്ച് ആയിട്ടുള്ള നരേറ്റീവ്സും കണ്ടന്റും തീംസും ഒക്കെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ കുറെ ടോപ്പേഴ്സിൽ, പ്രത്യേകിച്ച് ഹിസ്റ്ററി ഓപ്ഷനിൽ വെച്ച് ക്ലിയർ ചെയ്ത ടോപ്പേഴ്സിന്റെ essay പേപ്പർ നോക്കൂ. അവരുടെ പേപ്പർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല സ്കോർ അവർക്ക് essaysലുണ്ട്. മറ്റുള്ളവർക്ക് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഹിസ്റ്ററി ഓപ്ഷൻ എടുത്തവർക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ബിക്കോസ് ഹിസ്റ്ററിയിൽ ഒരുപാട് നരേറ്റീവ്സും ഒരുപാട് ഇഷ്യൂസും ഒരുപാട് തീംസും കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ essayയിൽ അവര് എന്താ പറയുക, പതുങ്ങി പോകുന്ന ഒരു അവസ്ഥയില്ല, അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാണ്ട് കണ്ടന്റ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ദെൻ കമ്മിങ് ടു മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ. ഇപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് ഡിസിപ്ലിൻസ് അത് കവർ ചെയ്യുന്നുണ്ട്.
ജോഗ്രഫി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ഗവർണൻസ് ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവയൺമെന്റ് ആയിക്കോട്ടെ, ഒരുപാട് ആംഗിൾസിലൂടെയാണ് ഹിസ്റ്ററി സംസാരിക്കുന്നത്, ഹിസ്റ്ററി സഞ്ചരിക്കുന്നത്. ഓക്കെ, എൻവയൺമെന്റൽ ഹിസ്റ്ററി, എക്കണോമിക് ഹിസ്റ്ററി, ജോഗ്രഫിക്കൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി, ഗവൺമെന്റൽ ഹിസ്റ്ററി, ഒരുപാട് ആംഗിൾസിലൂടെ സംസാരിക്കുന്നത് കൊണ്ടും സഞ്ചരിക്കുന്നത് കൊണ്ടും ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗിലും ഗുണം ചെയ്യും, UPSCന്റെ പ്രിലിംസ് മെയിൻസ് പ്രിപ്പറേഷനിലും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. കാരണം ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിലിംസിലും മെയിൻസിലും ചോദിക്കാറുണ്ട്. സോ ഈ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആക്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊളോണിയൽ മേക്കിംഗ് ഓഫ് ദിസ്, ഓർ മേ ബി മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൊളോണിയൽ എറ, okay, and after that, and so many things, this development of Indian economy from colonial era to modern times, അല്ലെങ്കിൽ urbanization from Indus civilization, അല്ലെങ്കിൽ evolution of society or social practices, social institutions, so many things. അപ്പോൾ ഈ മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള എക്കണോമിയും ജോഗ്രഫിയും സൊസൈറ്റിയും സോഷ്യൽ ജസ്റ്റിസും ഇന്റർനാഷണൽ റിലേഷൻസും ഒക്കെ പഠിക്കാൻ കുറേയും കൂടി ഈസി ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി മറ്റൊന്ന് പറയുന്നത് മെമ്മറി റിട്ടൻഷൻ ആണ്. മെമ്മറി റിട്ടൻഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ സിവിൽ സർവീസ് എക്സാമിലും കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പം ബയോസ്ഫിയർ, നാഷണൽ പാർട്സ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്, പൊളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻവയൺമെന്റൽ സയൻസ് ആയിക്കോട്ടെ, കുറേ സബ്ജക്ട്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹിസ്റ്ററിയിൽ നമ്മൾ ഓൾറെഡി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മെമ്മറൈസിങ് അല്ലെങ്കിൽ മെമ്മറി റിട്ടൻഷൻ സ്കിൽസ് നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിലും ഈ ഒരു UPSC പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വി ഹാവ് സർട്ടൻ ട്രിക്സ് ആൻഡ് ടെക്നിക്സ്. ഓക്കെ, അത് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള സബ്ജക്ട്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഹിസ്റ്ററി നമ്മൾ ശരിക്കും അറിയാം, ഹിസ്റ്ററി നമ്മളൊരു ഒരു ടൈം ട്രാവലിംഗ് ആണ്. നമ്മളറിയാം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ പറഞ്ഞ സംഭവവികാസങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. ഈ പ്രാചീന മനുഷ്യൻ കാട്ടിലൂടെ ഓടുന്നു, വള്ളിയിലൂടെ ഊർന്നിറങ്ങുന്നു, അവര് മൃഗങ്ങളെ കൊല്ലുന്നു, അതിനെ ഭക്ഷിക്കുന്നു, തീ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ കലമുണ്ടാക്കുന്നു, അവര് ഗുഹയുടെ ഈ പറയുന്ന പാറപ്പുറത്ത് അവർ ചിത്രം വരയ്ക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മനുഷ്യന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. പല സംസ്കാരങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ മോഡേൺ ടൈംസിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മുടെ തോട്ട് ഓർഗനൈസ്ഡ് ആവുന്നു. ചിന്നിച്ചിതറി കിടക്കുന്ന തോട്ടിനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഹിസ്റ്ററി പഠനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. തന്നെയല്ല, ഈ ഓർഗനൈസ്ഡ് തോട്ടാണ് ശരിക്കും നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ആൻസർ എഴുതാൻ സഹായിക്കുന്നത്. നമുക്കറിയാം ആൻസർ റൈറ്റിംഗിൽ ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം, കൺക്ലൂഷൻ വേണം, അതിനൊരു ലോജിക്കൽ ഫ്ലോ ഉണ്ട്. അപ്പൊ ഈ ഒരു ഓർഗനൈസ്ഡ് ഫ്ലോ ഓഫ് ആൻസറിങ് അല്ലെങ്കിൽ കൊഹറന്റ് ആൻസറിങ് എന്നുള്ളത് ഒരു പരിധിവരെ ഹിസ്റ്ററി ക്രോണോളജിക്കലി പഠിച്ച ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് ചിന്തിക്കാനും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ലോജിക്കൽ ഫ്ലോയോട് കൂടി ആൻസർ എഴുതാനും അയാൾക്ക് കുറേ കൂടി ഈസി ആയിരിക്കും. പലപ്പോഴും പലരുടെ ആൻസേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇൻട്രൊഡക്ഷന്റെ സ്ഥലത്ത് കൺക്ലൂഷനും, കൺക്ലൂഷന്റെ സ്ഥലത്ത് ഇൻട്രൊഡക്ഷനും, അനാലിസിസിന്റെ സമയത്ത് ലൈക്ക് എന്താ പറയാ, ഒരു ജസ്റ്റിഫിക്കേഷനും, അതിന്റെ എൻഡിൽ അതിന്റെ സപ്പോർട്ടിങ് ഐഡിയാസും, അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, ഒട്ടും സ്ട്രക്ചർഡ് അല്ലാണ്ട് ആൻസർ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മാർക്ക് കിട്ടാറുമില്ല. അപ്പൊ കൊഹറന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് GS ഭയങ്കര ക്രൂഷ്യൽ ആണ്. അതിനുള്ള ഒരു ചവിട്ടുപടിയും കൂടിയാണ് ഹിസ്റ്ററി ഓപ്ഷണലിന്റെ പഠനം എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പെർസ്പെക്റ്റീവ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പല പെർസ്പെക്റ്റീവ്സിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പലരുടെയും പോയിന്റ് ഓഫ് വ്യൂയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ എക്സാമിൽ കറണ്ട് അഫയേഴ്സ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ അതിനെ ഒബ്ജക്റ്റീവ്ലി അനലൈസ് ചെയ്യാനായിട്ട് ഈ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അനാലിസിസ് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം പ്രിലിംസിലും മെയിൻസിലും നല്ലൊരു പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. അപ്പൊ പ്രത്യേകിച്ച് മെയിൻസിൽ വരുമ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഭയങ്കര, കറണ്ട് ഈവന്റ്സിന്റെ ഒബ്ജക്റ്റീവ് അനാലിസിസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പരിധി വരെ ഈ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സിലൂടെ അനാലിസിസ് ചെയ്ത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത ഒരു ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സിന്റെ ഒബ്ജക്റ്റീവ് അനാലിസിസ് കുറേ കൂടി ഈസി ആയിരിക്കും. ഓക്കെ, നൗ ഹിസ്റ്ററിന്റെ പ്രത്യേകത, ഹിസ്റ്ററി ഈസ് ഓൾ അബൌട്ട് കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ്. ഹിസ്റ്ററിയിൽ പരാജയപ്പെട്ടവരുടെ കഥയാണ്, അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചവരുടെ കഥയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ശരിയും തെറ്റും ഏത് എന്ന് പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയാണ്. എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പ്രസന്റ് ഡേയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ് ദേ ആർ സൊല്യൂഷൻസ് ടു മോഡേൺ ഇഷ്യൂസ്, modern contemporary issues, and their solutions to modern problem solving. അത് ഇന്റർനാഷണൽ ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എക്കണോമിക് ആയിക്കോട്ടെ, ഇന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസ് നമ്മൾ കടമെടുക്കുന്നത് ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നായിരിക്കും. സോ ഹിസ്റ്ററി നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക്
യെസ്, ഒരു മോഡേൺ ഇഷ്യൂ, മോഡേൺ ചലഞ്ച് വന്നു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗിൽ അതിന്റെ വേ ഫോർവേഡിൽ നമുക്ക് ഹിസ്റ്ററിനെ കോട്ട് ചെയ്ത് നല്ലൊരു കൺക്ലൂഷൻ എഴുതാം, നല്ലൊരു സൊല്യൂഷൻ എഴുതാം. സോ സി, ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് റെസൊല്യൂഷൻസ്, ദേ ആർ സൊല്യൂഷൻസ് ഓർ ദേ ആർ they are role models for this modern day problem solving. സി, എക്കണോമിക് ഹിസ്റ്ററീസ്, നമുക്കറിയാം ഹിസ്റ്ററി എന്ന് പറയുന്നത് എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിലിംസിലും മെയിൻസിലും ചോദിക്കാറുണ്ട്. സോ നമ്മൾ എക്കണോമിക് ഹിസ്റ്ററി പഠിക്കുന്നത്, ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ എക്കണോമിക് ഹിസ്റ്ററി പഠിക്കുന്നത് കൊണ്ട് തന്നെ കറണ്ട് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ കറണ്ട് എക്കണോമിക് പോളിസീസ് ആൻഡ് ചലഞ്ചസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ആൻസർ എഴുതാനും നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, we know that there is LPG reforms are there, economic depression is there, economic recessions are there. ഓക്കെ, സോ ഇവിടെ എല്ലാം ലൈക്ക് നമ്മുടെ പാസ്റ്റ് എക്കണോമിക് ഹിസ്റ്ററീസ് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എക്കണോമിക്സ് അല്ലെങ്കിൽ കറണ്ട് എക്കണോമിക് പോളിസീസ് ആൻഡ് ചലഞ്ചസ് ആൻഡ് ഇഷ്യൂസ് അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനും പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സോ ദാറ്റ് യുവർ എക്കണോമി ആൻസേഴ്സ് വുഡ് ബി സ്കോറിംഗ്. ഓക്കെ, ദെൻ സീ ദാറ്റ് കൾച്ചറൽ അപ്രീസിയേഷൻ. ഹിസ്റ്ററി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആസ്പിറന്റ് ഒരുപാട് കൾച്ചറൽ തീംസും കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റീസും കവർ ചെയ്യുന്നു. അപ്പൊ ഈ കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യക്ക് നാനാത്വത്തിൽ ഏകത്വം എന്നാണ് ഇന്ത്യനെ വിശേഷിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കൾച്ചറൽ ആസ്പെക്ട്സിലും ട്രഡീഷണൽ ആസ്പെക്ട്സിലും അല്ലെങ്കിൽ ഹെറിറ്റേജ് ആസ്പെക്ട്സിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ കൾച്ചറൽ വെറൈറ്റീസ് പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ആസ്പിറന്റിന് വേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആൻസർ എഴുതുമ്പോൾ നമുക്ക് എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റണം. എന്റേത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റാണ്, അല്ലെങ്കിൽ ഇത് മാത്രമാണ് ശരി, അത് തെറ്റാണ് എന്ന് നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആസ്പിറന്റിനെ ആൻസർ ചെയ്യുകയോ സ്കോർ ചെയ്യുകയോ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ കുറെ കൂടി ബ്രോഡ് മൈൻഡഡ് ആക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ കൾച്ചേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റീസിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോഡ് മൈൻഡഡ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നതും ഒരു പരിധിവരെ ഈ പറയുന്ന ഹിസ്റ്ററി ലേണിംഗ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ വൺ ഓഫ് ദ കോർ സബ്ജക്ട്സ് ഹിസ്റ്ററിയാണ്. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മാർക്കാണ് നിങ്ങളുടെ പ്രിലിംസ് കരകയറാനുള്ള കട്ട് ഓഫ് എങ്കിൽ, അല്ലെങ്കിൽ 90 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ, അതിൽ 15 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി നന്നായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 30 മാർക്ക് നിങ്ങൾക്ക് കിട്ടി. എന്ന് വെച്ചാൽ 90-ൽ 30 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിന്ന് നിങ്ങൾ 60 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. പക്ഷേ ഹിസ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ ചോദിക്കുന്നത് കുറേയും കൂടി ഡീപ്പർ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഹിസ്റ്ററി ഓപ്ഷനിൽ എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 15 ക്വസ്റ്റ്യൻസിൽ മിനിമം ഒരു 14-13 ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഹിസ്റ്ററി എന്തുകൊണ്ട് ഒരു ഗെയിം ചേഞ്ചർ ആകുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആകുന്നു എന്നുള്ളതിന്റെ റോൾ. ഇനി നിങ്ങൾക്ക് കുറേയും കൂടി താരതമ്യേന ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പക്ഷെ അതൊന്നും അൺലെസ് ആൻഡ് അൺടിൽ പ്രിലിംസ് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. അൾട്ടിമേറ്റ്ലി ഓപ്ഷനിലെ മാർക്കൊക്കെ പരിഗണിക്കുന്നത് പ്രിലിംസും മെയിൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ലെവലിലാണ്. അപ്പൊ പ്രിലിംസിനും കൂടി ഗുണം ചെയ്യുന്ന ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി എത്രയോ പേര് പ്രിലിംസ് കിട്ടാണ്ട് കയ്യും കാലിട്ടടിക്കുന്നു. അപ്പൊ പ്രിലിംസും കൂടി കരകയറാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ ആണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പ്രിലിംസിലും മെയിൻസിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടും അതിൽ എക്സ്ട്രാ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും വർത്താണ്. അത് നിങ്ങളെ തീർച്ചയായിട്ടും അതൊരു സ്ട്രെസ് റിലീഫാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു പടി ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഒരു പടി മുന്നിലേക്ക് എക്സ്ട്രാ കയറാനോ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഹിസ്റ്ററി ഓപ്ഷണൽ മറ്റുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസോ തിയറീസോ മന്ത്രാസോ തന്ത്രാസോ ഒന്നുമില്ല. ഏതൊരു സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ട്സിൽ വന്ന ആസ്പിറൻസിനും ഈസി ആയിട്ട് പഠിച്ച് എഴുതി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വായിക്കാനൊക്കെ താല്പര്യമുള്ള ആർക്കും എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഹിസ്റ്ററി ഓപ്ഷണൽ. യെസ്, അപ്പോൾ ഹിസ്റ്ററി ഓപ്ഷണൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി നോക്കൂ. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഏരിയാസും തീംസ് ഒക്കെ റിപ്പീറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഹിസ്റ്ററി. കാരണം അതിൽ നിന്ന് പുതിയതായിട്ടൊന്നും ചോദിക്കാനില്ല, ഉള്ള സിലബസിൽ നിന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷണൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യും. ആലോചിക്കുക, ചിന്തിക്കുക. യെസ്, എൻ്റെ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറും കൂടി ഞാൻ ഇവിടെ പേഴ്സണൽ നമ്പറും കൂടി ഷെയർ ചെയ്യുകയാണ്. 813681
5801. ഇതെന്തിനാണ് ഷെയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹിസ്റ്ററി ചൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷണൽ സബ്ജക്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ട് കുറച്ചും കൂടി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതർവൈസ് നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, വിച്ച് ഇസ് ഗിവൺ ഇൻ ദ ബോക്സ്. So anyway, what all your concerns, what all your doubts, we mentors are here to ready to support you or ready to clarify your doubts. Okay, wishing you all the best. Thank you. Gallant IAS, chasing your passion to ace.